കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത പുസ്തകത്തിന്റെ പേര് പോലെ തികച്ചും ആകസ്മികമായിരുന്നു ഓംചേരിയുടെ ജീവിതം. കേരളക്കരയ്ക്ക് ദൂരെ ഔദ്യോഗിക ജീവിതം നയിക്കുമ്പോഴും മലയാളത്തെയും സാഹിത്യത്തെയും അദ്ദേഹം ഹൃദയത്തോട് ചേർത്തു വെച്ചു. ഡൽഹി മലയാളികൾക്കിടയിലെ നിറസാന്നിധ്യമായിരുന്നു ഓംചേരി NN പിള്ള. പല വേരുകളിലൂടെ മലയാളത്തിനും മലയാളികൾക്കുമിടയിൽ മാറ്റിവെക്കാതെ പടർന്ന സാംസ്കാരിക സാന്നിധ്യം. 1951 ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ചേർന്ന് ആകാശവാണി മലയാളം വാർത്താ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചാണ് ഡൽഹിയിലേക്ക് അദ്ദേഹം ആദ്യം എത്തുന്നത്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും നിയമബിരുദവും നേടിയിരുന്നു. മലയാള രാജ്യത്തിന്റെ ലേഖകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1955 ആകാശവാണിയിൽ പബ്ലിക്കേഷൻ വിഭാഗത്തിൽ എഡിറ്ററായും സ്ഥാനക്കയറ്റം. അതിനിടയിൽ അപ്രതീക്ഷിതമായാണ് കാലിഫോർണിയയിലേക്കുള്ള രംഗപ്രവേശനം. അവിടെ ക്യാമ്പസിൽ മലയാളം അധ്യാപകനായിട്ട്. ഒപ്പം കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും എടുത്തു. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള കേന്ദ്ര സർക്കാർ പ്രചാരണത്തിന്റെ ഓഫീസറായി ചുമതലയേറ്റു. പിന്നീട് അടിയന്തരാവസ്ഥാ കാലത്ത് സെൻസറിംഗ് വിഭാഗത്തിൽ ഉപമേധാവിയായും FCI പബ്ലിക് റിലേഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചു. കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഭാരതീയ വിദ്യാഭവനിൽ പ്രിൻസിപ്പളായി നിയമനം ലഭിച്ചു. 2019 വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഡൽഹിയിൽ ചേക്കേറിയ ശേഷം സാഹിത്യരചന പുനരാരംഭിച്ചതും അപ്രതീക്ഷിതമായിരുന്നു. അന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്ന AKജിയുടെ നിർബന്ധത്തെ തുടർന്ന് രചിച്ചതാണ് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു എന്ന നാടകം. 1972 2010 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 2022 പ്രഥമ കേരളപ്രഭ പുരസ്കാരത്തിനും അർഹനായി. 7 പതിറ്റാണ്ടോളമായി ഡൽഹി മലയാളികളുടെ മേൽവിലാസം അങ്ങനെ എഴുതി ചേർക്കപ്പെട്ടു. ഞായറാഴ്ച വൈകിട്ട് ലോധി ഗാർഡനിലെ ശ്മശാനത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.